is easy to enjoy the life. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും ജീവിതം അടിച്ചു പൊളിക്കാൻ വലിയ ചെലവൊന്നുമില്ല. ബട്ട് ഹാർഡ് ടു കൺവിൻസ് ഇറ്റ് ടു അതേഴ്സ്. ഞാൻ ജീവിതം അടിച്ചു പൊളിക്കുന്നുണ്ട് എന്ന് നാലാളെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ചെലവ്. ആ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഞാൻ ഏത് ഭക്ഷണം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പോരാ, അതിൽ സംതൃപ്തി ഇല്ല നമ്മളെ കുട്ടികൾക്ക്. പിന്നെ അത് നാലാള് എന്റെ സ്റ്റാറ്റസിലൂടെ കാണണം. അപ്പൊ പ്രകടനപരത, അപ്പൊ ആത്മാർത്ഥത പോയി. ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്തു എന്ന് ഞാനും എന്റെ കുടുംബവും അത് ആസ്വദിച്ചാൽ പോരാ, അത് അനുഭവിച്ചാൽ പോരാ. പിന്നെ ആ സ്ഥലം ഞങ്ങൾ കണ്ടു എന്ന് നാലാൾക്ക് ബോധ്യപ്പെടണം. ഇവിടൊക്കെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. നമ്മളെ സന്തോഷങ്ങളൊക്കെ വാരി വലിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ആത്മസംതൃപ്തി ഉള്ളതാണ്. പണ്ട് ചെങ്ങമ്പുഴ പറഞ്ഞ മാതിരി അപ്പ കുട്ടി പറയും, എൻ ഹൃത്തിലൻ ദൂഷ്മള ചാരിതാർത്ഥ്യം. ഞാൻ ഇന്ന് പോയ എന്റെ ഡെസ്റ്റിനേഷൻ, ഞാൻ പിക്നിക് പോയ, ഞാൻ ടൂർ പോയ എന്റെ ടൂറിസ്റ്റ് പ്ലേസ്, ഞങ്ങൾ അവിടെ അമ്യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിക്കുന്നത്, ഞങ്ങൾ നല്ല വാഹനങ്ങളിൽ കയറിയത്, അതൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് കറങ്ങണം. അത് മറ്റുള്ളവർക്ക് തോന്നണം, ഞാൻ അവിടെ പോയി എന്ന് മറ്റുള്ളവർ അറിയണം. എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് കാര്യം എന്താന്ന് പറഞ്ഞാല് അത്യാവശ്യം ഹസൂദികളെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇൻകം ആയിട്ട് നമുക്ക് കിട്ടും. നമ്മളായിട്ട് യാതൊരു അസൂയും വെക്കാത്ത ആൾക്കാർ അന്ന് മുതൽ നമ്മളെ കാര്യത്തിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി, ഫ്രസ്ട്രേറ്റഡ് ആയി അവരൊക്കെ നമ്മൾ അസൂയച്ചു. അപ്പൊ ഹസദ് ഉണ്ടായി, നമ്മൾ കാരണം ഹസദ് ഉണ്ടായി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹസദോടുകൂടെ നിങ്ങളെ പറ്റി ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഐനാൻ, നിങ്ങൾ ഉറപ്പിച്ചോ അത് കണ്ണേറാണ്. അപ്പൊ എല്ലാ വർത്താനും കണ്ണേറല്ല, പക്ഷെ ഹസദോട് കൂടെയാണോ പറഞ്ഞത് അത് കണ്ണേറാൻ. അൽ ഐനു ഹഖ്ഖുൻ.